വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നയിച്ചുകൊണ്ടിരിക്കുന്ന യുവ കേരള യാത്ര ഇന്ന് മൂവാറ്റുപുഴയിൽ എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 8-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് തുടങ്ങിയ ഈയൊരു ജാഥ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറി വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഇത് എന്നും മതേതര മൂല്യത്തോടൊപ്പം നിൽക്കുന്ന ഒന്നാണെന്ന് കേരള ജനത എന്നും ആഗ്രഹിക്കുകയും എന്നും കഴിഞ്ഞ ഒരുപാട് നൂറ്റാണ്ടുകളായി നാം കാത്തു സൂക്ഷിച്ചു പോരുന്ന നമ്മുടെ പൈതൃകം ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം എന്നും അതിനോട് പ്രതിജ്ഞാബദ്ധരാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് നാം ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ലോകതലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മതേതര ശക്തിയാണ്. വിവിധ ഭാഷകൾ, വിവിധ മതവിശ്വാസികൾ, വിവിധ സംസ്കാരങ്ങൾ ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് നാം എന്നും അഭിമാനത്തോടു കൂടി വിശേഷിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന നമ്മുടെ അവകാശങ്ങൾ, ഒരുപാട് സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് ആർട്ടിക്കിൾ 25 മുതൽ 27 വരെ എഴുതപ്പെട്ടിട്ടുള്ള the freedom of religion to concern, profess, practice and propagate the religion. ഏത് മതം സ്വീകരിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം, അത് ഇവിടുത്തെ പൗരന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടുള്ളത് ഒരു മതേതര സ്വഭാവത്തോടു കൂടിയാണ്. മതേതരമെന്ന് പ്രത്യേകമായി വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ഭരണഘടന നിലനിൽക്കുകയാണ്. ആ ഒരു സ്വഭാവത്തോടു കൂടി ഇവിടെ നാം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിച്ചിരുന്ന നമ്മുടെ പൈതൃകം, നമ്മുടെ വിവിധ ദേശക്കാരാണെങ്കിലും വിവിധ വർഗക്കാരാണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ ആ ഒരു ഇന്ത്യൻനെസ്, നമ്മുടെ ഐക്യവും അഖണ്ഡതയുമാണ് ഇന്ത്യക്കെന്നും വളരെ ദൃഢമായി നിൽക്കുവാൻ നമുക്ക് സഹായകമായിട്ടുള്ളത്. അതാണ് കഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലേക്ക് ഒരുപാട് മതവിശ്വാസങ്ങൾ കടന്നു വന്നു. ആ മതവിശ്വാസങ്ങളൊക്കെ തന്നെയും ഇവിടെ ഏറെ മതേതര കാഴ്ചപ്പാടോടുകൂടി അവർ കാണുകയും സ്വീകരിക്കുകയും ഇവിടെ അവരുടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരസ്പരമുള്ള പാരസ്പര്യ ബോധം, പാരസ്പര്യ സഹായങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈദേശികാധിപത്യത്തിനെതിരെ ഇവിടുത്തെ മതശക്തികൾ, എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുകയും അത്തരമൊരു വലിയ ദൃഢമായ ഒരു ഐക്യവും അഖണ്ഡതയും അറബ് ലോകം കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഖാദി മുഹമ്മദ് എഴുതിയ ഫത്ഹുൽ മുബീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒക്കെ മതേതര മൂല്യങ്ങളും മതേതര ദൃഢതയെയും വിളിച്ചോതുന്നതാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിനും നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയത്തിനും നമ്മുടെ ഇൻക്ലൂസിവിറ്റി. ഇപ്പോൾ എല്ലാം തന്നെ ഡിവിസീവായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെയാണ് നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നമ്മുടെ വിജയത്തിന് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു പ്രാധാന്യം എന്ന് കടന്നു വന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് നമ്മുടെ മതേതരത്തെ ധ്രുവീകരിക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രവർത്തനവും ഇന്ന് പല ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുദാഹരണമാണ് ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഗർഭാപസി പോലുള്ള ആശയങ്ങൾ, ഗോവധ നിരോധനം, അതുപോലെ നന്മക്കെതിരെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളായിക്കൊണ്ട് ഇന്ന് സർക്കാർ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇന്ത്യയുടെ മതേതരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ബറാക്ക് ഒബാമ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യയിലെ മതേതര മൂല്യങ്ങളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിച്ചത്.
അത്തരമൊരു ധ്രുവീകരണം ഇവിടെ നടക്കുന്നു എന്നുള്ളത് ആഗോളതലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതാണ് ന്യൂയോർക്ക് ടൈംസിലൊക്കെ തന്നെയും വളരെ വിശദമായിക്കൊണ്ട് ലേഖനങ്ങൾ വന്നു. ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ പൊളിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ മൗനം പാലിച്ച പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള വളരെ ആശങ്കകരമായിട്ടുള്ള ലേഖനങ്ങളായിരുന്നു അന്ന് അമേരിക്കയിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ ഇന്നിവിടെ നിലനിൽക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് നമ്മുടെ മതേതര മൂല്യങ്ങളും മതേതര സൗഹൃദങ്ങളുമാണ്. അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് പ്രവർത്തനവും അതൊറ്റക്കെട്ടായി നേരിടാൻ നാം ആവേണ്ടതുണ്ട്. ഇവിടെ പല രീതിയിലുള്ള അത്തരത്തിലുള്ള പ്രവർത്തനം, ഉദാഹരണമായി ഭഗവത്ഗീത അത് ഈ ദേശത്തിൻ്റെ ദേശീയ പുസ്തകമാക്കണമെന്നുള്ള പ്രഖ്യാപനവുമായി അല്ലെങ്കിൽ ആശയവുമായി മുന്നോട്ട് വന്നു. അതുപോലെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഘാതകനെ ഉയർത്തിക്കാണിച്ചുകൊണ്ടും അതുപോലെ മദർ തെരേസ പോലുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മികച്ചു നിന്ന മഹത് വ്യക്തിത്വങ്ങളെ ഉയർത്തിക്കാണിക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഇവിടെ പരാമർശങ്ങളൊക്കെ തന്നെയും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് നാം ഉൾക്കൊള്ളേണ്ട മൂല്യങ്ങൾ, നാം ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ, അതിനെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ അതിനെതിരെ പോരാടിക്കൊണ്ട് ഏറ്റവും വലിയ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഏറ്റവും നല്ല മനസ്സോടുകൂടി മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് അത് കേവലം അതൊരു ഒരു മതത്തിൻ്റെ പേരിലുള്ള വിഘടന സ്വഭാവം കൊണ്ട് അതില്ലാതായി പോകരുത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് ഏറ്റവും നല്ല മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും ഏറ്റവും വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഈ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ കഴിഞ്ഞ ഒരുപാട് സംഭവങ്ങൾ. ബാബരി മസ്ജിദിൻ്റെ ആ കാലഘട്ടത്ത് ഇവിടെ ഏറ്റവും വലിയ മാതൃകയായി നിലനിന്നുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ തീരുമാനമാണ്. വളരെ സംയമനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്കിവിടെ ഏറ്റവും നല്ല അന്തരീക്ഷം ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്പന്ദനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ സ്പർദ്ധകളൊക്കെ തന്നെയും ഇവിടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ നമുക്ക് ഉണർന്നു പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു വലിയ പ്രഖ്യാപനവുമായി ആശയവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർത്തും അതൊരു പുതിയ കൂടി ഒരു ഉണർത്തുപാട്ട് കൂടി ആയിക്കൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരള ജനത മുഴുവൻ ആഗ്രഹിക്കുന്ന ആ മതേതര ഇന്ത്യക്ക് വേണ്ടി, മതേതര സൗഹൃദത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ആ ഒരു മുദ്രാവാക്യത്തോടു കൂടി ഈ ഒരു നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ഈ ഒരു ജാഥയ്ക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനബോധന ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.